1948 നിലവിൽ വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിൻ്റെ മാതൃസംഘടനയായിരുന്ന ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് 1906 നിലവിൽ വന്നതാണ്. ഇന്ത്യ വിഭജനത്തിന് ശേഷം പിന്നെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന് വലിയ പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പാർട്ടി രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയും പാകിസ്ഥാൻ മുസ്ലിം ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ട് വേർപിരിയുമാണ് ഉണ്ടായത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പഴയ മദ്രാസ് പ്രവിശ്യയിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ മലബാർ ജില്ലയിൽ മാത്രമേ ശരിക്കും ക്ലച്ച് പിടിച്ചുള്ളൂ എന്നുള്ളതാണ് സത്യം. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രബലമായ രാഷ്ട്രീയ ശക്തിയാണ്. അപ്പോൾ ഈ പാർട്ടിയുടെ ചരിത്രത്തിൽ രണ്ട് വനിതകൾക്ക് മാത്രമാണ് അവർ മത്സരിക്കാൻ സീറ്റ് കൊടുത്തത്. ഒന്ന് കമറുന്നിസ അൻവറായിരുന്നു. അവർ കോഴിക്കോട് 2ാം മണ്ഡലത്തിൽ മത്സരിച്ച് തോറ്റുപോയി. പിന്നീട് നൂർബീന റഷീദായിരുന്നു. അവർ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പല്ല, അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ മത്സരിച്ചു. കോഴിക്കോട് 2ൻ്റെ പേര് മാറ്റിയതാണ് കോഴിക്കോട് സൗത്തിൽ മത്സരിച്ച് അവർ തോറ്റുപോയി. അപ്പോൾ പൊതുവേ ഉണ്ടായിരുന്ന ഒരു ധാരണ എന്ന് വെച്ചാൽ മുസ്ലിം ലീഗുകാർ വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചാൽ അവർ ജയിക്കുകയില്ല. കാരണം മുസ്ലിം സമുദായത്തിലെ യാഥാസ്ഥിതികരായ ആളുകൾ, പ്രത്യേകിച്ച് ചില സുന്നി മതപണ്ഡിതന്മാരൊക്കെ സ്ത്രീകൾ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടരുത്, സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കരുത്, അഥവാ പ്രവേശിക്കുകയാണെങ്കിൽ തന്നെ വനിതാ സംവരണ മണ്ഡലങ്ങളിൽ മത്സരിക്കാവും എന്നൊക്കെ ശാഠ്യമുള്ളവരാണ്. അതുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥികൾ തോറ്റുപോയത് എന്നാണ്. പക്ഷേ ഇത്തവണ മുസ്ലിം ലീഗുകാർ ധൈര്യമായിട്ട് 2 പേരെ സ്ഥാനാർത്ഥിയാക്കി. അതും കോഴിക്കോട് സൗത്ത് പോലെ അല്ലെങ്കിൽ നോർത്ത് പോലെ ജയിക്കാവുന്ന സീറ്റുകളല്ല, ബുദ്ധിമുട്ടുള്ള സീറ്റുകളാണ്. ജയന്തി രാജൻ എന്നൊരു വനിതയെ നമ്മുടെ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിർത്തി. ഫാത്തിമ തെഹ്ലിയെ ജയിക്കാൻ യാതൊരു സാധ്യതയും ആരും കൽപ്പിക്കാത്ത പേരാമ്പ്രയിൽ മത്സരിപ്പിച്ചു. ജയന്തി ചെറിയ വ്യത്യാസത്തിൽ തോറ്റുപോയി. ഫാത്തിമ വലിയ മത്സരം കാഴ്ചവെച്ച് അതിശക്തനായ മുൻ മന്ത്രി, നിലവിൽ LDF കൺവീനറുമായിരിക്കുന്ന TP രാമകൃഷ്ണനെ തോൽപ്പിച്ച് ജയിച്ചു. അതിൽ വേറെ പല സംഗതികളും അടിയൊഴുക്കുകളൊക്കെ ഉണ്ട്. പിന്നെ UDF തരംഗമായിരുന്നു. കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലുമൊക്കെയുള്ള കോട്ടകൊത്തളങ്ങളൊക്കെ CPMൻ്റേത് പൊളിയുന്നത് നമ്മൾ കണ്ടു. ഏതായാലും ഫാത്തിമ ജയിച്ചു ഒരു വീരനായികയായിട്ട്, ഏതാണ്ട് ഝാൻസി റാണി അല്ലെങ്കിൽ റസിയ സുൽത്താന എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു വീരവനിതയായിട്ട് ജയിച്ച് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തന്നെ പല യാഥാസ്ഥികരുടെയും മുഖം ചുളിയുകയും അല്ലെങ്കിൽ കണ്ണ് ചോക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഫാത്തിമ ഒരു ധീര വനിതയായതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഇവരുടെ പുറകിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് ചില കുബുദ്ധികൾ പ്രചരിപ്പിച്ചു. അതും ശരിയാണെന്ന് തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഒരു കച്ചവട സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ശ്രീമതി ഫാത്തിമ തെഹ്ലിയ നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അത് ഫേസ്ബുക്കിലൊക്കെ വന്നു, സാമൂഹ്യ മാധ്യമത്തിൽ വലിയ ചർച്ചയായി. അപ്പോൾ ഫാത്തിമ ഇത്തവണ ജയിച്ചിട്ടേ ഉള്ളൂ. അവരെ അങ്ങനെ ആക്ഷേപിച്ച് പറയുന്നത് ശരിയല്ല എന്നൊരു പൊതുബോധ്യമുണ്ട്. എങ്കിലും ചില മതപണ്ഡിതന്മാർ, അതിൽ തന്നെ പ്രധാനമായിട്ട് ഈ മുജാഹിദുകാരാണ്, വഹാബികളാണ്, അവർക്കാണ് സത്യത്തിൽ നിലവിളക്കിനോട് വലിയ എതിർപ്പ്. കോൺഗ്രസ്സുകാരായിട്ടുള്ള മുസ്ലിം MLA മാരും മന്ത്രിമാരും എല്ലാവരും നിലവിളക്ക് കൊളുത്തും. അവർക്കൊന്നും യാതൊരു പതിത്വവുമില്ല. അവരാരും സമുദായത്തിൽ നിന്ന് പുറത്താക്കിയില്ല. നേരെ മറിച്ച് ഇവിടെ പാവം MK മുനീർ എന്ന് പറഞ്ഞ ഒരു മന്ത്രിയുടെ, അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് കോഴിക്കോട്ട് എന്തോ ഒരു പരിപാടിക്ക് വിളക്ക് കൊളുത്തി, വലിയ പുകിലായി, പൂക്കാറായി. MK മുനീറിനെ പിടിച്ചാൽ ഈ മതപണ്ഡിതന്മാർ ഒക്കെ വിചാരണ ചെയ്ത് അദ്ദേഹം അവസാനം മാപ്പ് പറഞ്ഞ് ഏത്ത വിട്ടാണ് പ്രശ്നം തീർത്തത്. മുഹമ്മദ് കോയയുടെ മാനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. കുഞ്ഞാലിക്കുട്ടിയെ പോലെ അല്ലെങ്കിൽ അബ്ദുറബിനെ പോലുള്ളവർ വിളക്ക് കാണുമ്പോൾ തന്നെ ഹാലളകും. വിളക്ക് കൊളുത്തുന്ന പരിപാടിക്ക് നമ്മളില്ല എന്ന് പറയും. മുനീർ ഒരു മാന്യനായതുകൊണ്ടും സൗമ്യനായതുകൊണ്ടും സുസ്മേരവദനായതുകൊണ്ടും ഒന്നും പറയാതെ വിളക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അതേ സമയത്ത് ഇവിടെ കളമശ്ശേരിയിൽ ഇബ്രാഹിം കുഞ്ഞ് എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു. പുള്ളി പൊതുവേ വിളക്ക് കത്തിക്കാറില്ല, എങ്കിലും അപൂർവ അവസരങ്ങളിൽ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. സാധാരണ പുള്ളി എന്താ ചെയ്യുക വെച്ചാൽ അത് വലിയ രസമാണ്. ഞാനും അദ്ദേഹത്തോടൊപ്പം പല വേദികളിലും പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഇപ്പം ഞാൻ പഠിച്ച ദേശം JB സ്കൂളിൻ്റെ 125ാം വാർഷികം നടക്കുകയാണ്. ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട മന്ത്രി ഇബ്രാഹിം കുഞ്ഞ്, അധ്യക്ഷൻ അവിടുത്തെ സ്ഥല MLA അൻവർ സാദത്ത്, പിന്നെ വേദിയിൽ ഞാനും മറ്റാളുകളൊക്കെ ഉണ്ട്, ഹെഡ്മിസ്ട്രസും PTA പ്രസിഡൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഉദ്ഘാടകൻ്റെ കയ്യിലേക്ക് സംഘാടകർ ചങ്ങലവട്ട എത്തിച്ച് കൊടുക്കും. ചങ്ങലവട്ട ഇദ്ദേഹം കയ്യിൽ പിടിച്ച് ഭക്ത്യാദരപൂർവ്വം വിളക്ക് കൊളുത്തുന്നില്ല, അടുത്ത് നിൽക്കുന്ന അൻവർ സാദത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. സാദത്തെ കത്തിക്ക് എന്ന് പറയും. സാദത്ത് ഒന്നും കൂട്ടാക്കാതെ മൈൻഡ് ചെയ്യാതെ നിസ്സാരമായിട്ട് സുസ്മേരവാദത്തിനായിട്ട്
ഏതായാലും ഇബ്രാഹിം കുഞ്ഞിക്കൻ നമ്മളെ ഏൽപ്പിച്ചാണല്ലോ എന്നൊരു ചാരിതാർത്ഥ്യം കൂടി വിളക്ക് കത്തിക്കും. അപ്പോൾ ഇബ്രാഹിം കുഞ്ഞ് പറയും, ഇനി വക്കീൽ കത്തിക്ക് എന്ന് പറയും. അപ്പോൾ ഞാൻ കത്തിക്കും. അപ്പോൾ ഇബ്രാഹിം കുഞ്ഞ് തന്നെ പറയും, ഇനി ഹെഡ് മിസ്സസ് കത്തിക്ക്. ഹെഡ് മിസ്സസ് കത്തിച്ചു. അപ്പോൾ ഇനി PTA പ്രസിഡൻറ്റ് കത്തിക്ക്. PTA പ്രസിഡൻറ്റ് കത്തിച്ചു. പഞ്ചായത്ത് പ്രസിഡൻറ്റ് കത്തിക്ക്. പഞ്ചായത്ത് പ്രസിഡൻറ്റ് കത്തിച്ചു. എല്ലാവർക്കും സന്തോഷമായി. ഇബ്രാഹിം കുഞ്ഞിനും സന്തോഷമായി. അങ്ങനെ യോഗ അവസാനിച്ചു. ഇതാണ് ഇബ്രാഹിം കുഞ്ഞിൻ്റെ രീതി. പുള്ളി അത്രയും നയകോവിതനായതുകൊണ്ട് ഇതൊക്കെ ചെയ്യാം. അപ്പോൾ ഇതേ സമയത്ത് തന്നെ പുള്ളി ആലുവ UC കോളേജിൽ നടന്നൊരു പരിപാടിയിൽ പുള്ളി നിലവിളക്ക് കത്തിക്കും. പടം പേപ്പറിൽ വരച്ചു. കത്തിച്ചാൽ കുഴപ്പമില്ല, പടം പേപ്പറിൽ വന്നതാണ് പ്രശ്നം. മാതൃഭൂമിയിലും മനോരമയിലൊക്കെ ഇബ്രാഹിം കുഞ്ഞ് നിലവിളക്ക് കത്തിക്കുന്ന പടം വന്നു. പക്ഷേ സ്ഥലം കളമശ്ശേരി മണ്ഡലമായതുകൊണ്ടും ആലുവ UC കോളേജ് ആയതുകൊണ്ട് ആരും മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഇതേ സമയത്ത് ഞാൻ മുസ്ലിം ലീഗിൻ്റെ വേറെ നേതാവിനെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു. ആ നേതാവ് ട്രെയിൻ ഇറങ്ങിയിട്ട് അതിവേഗത്തിൽ നടന്നു വരും. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. ഒരു സംശയം. അപ്പോൾ പുള്ളി എന്താ വക്കീലേ സംശയം? ഞാൻ പറഞ്ഞു, ഈ MK മുനീർ നിലവിളക്ക് കത്തിച്ചപ്പോൾ വലിയ വിഷയമായി. ഇവിടെ ഇബ്രാഹിം കുഞ്ഞ് വിളക്ക് കത്തിച്ചപ്പോൾ ഒരു വിഷയമില്ല. അതെന്താണ്? അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിൻ്റെ കാരണം മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല. അതായത് ഇബ്രാഹിം കുഞ്ഞിൻ്റെ കയ്യിൽ കാശുണ്ട്, മുനീറിൻ്റെ കയ്യിൽ കാശില്ല. ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. അപ്പോൾ ഞാൻ ആലോചിച്ചു, സംഗതി ശരിയാണ്. ഇബ്രാഹിം കുഞ്ഞ് വളരെ ധനവാനാണ്, അതുകൊണ്ട് ആരും അദ്ദേഹത്തെ ചോദ്യം ചെയ്യില്ല. പിന്നെ സ്ഥലം കളമശ്ശേരിയാണ്, ഇവിടെ വിളക്ക് കത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ സംഗതി ബുദ്ധിമുട്ടും. മറിച്ച് പാവം മുനീർ ഇന്ത്യ വിഷനൊക്കെ നടത്തി കുത്തുവാളെടുത്തിരിക്കുകയാണ്. ബാങ്കിൽ നിന്ന് എടുത്ത വായ്പ പോലും അടക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് ഇതുപോലെ പല ആളുകളെയും അദ്ദേഹത്തിന് ഗൗനിക്കേണ്ടതായിട്ട് വരും. പലർക്കും വഴങ്ങേണ്ടതായിട്ട് വരും. കയ്യിൽ കാശില്ലാത്തവൻ്റെ സ്ഥിതി വളരെ കഷ്ടമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും മിണ്ടാൻ പറ്റില്ല. പിന്നെ സ്ഥലം കോഴിക്കോടാണ്, കളമശ്ശേരിയല്ല. അപ്പോൾ ഇതാണ് സംഗതി. ഇപ്പോൾ ഫാത്തിമ തെഹ്ലിയ വിളക്കത്തിച്ചോടി ഈ മുജാഹിദ് പണ്ഡിതന്മാർ വഹാബികൾ മൊത്തത്തിൽ കടന്നൽ കൂട്ടിൽ കല്ലിട്ട പോലെ ആയിരിക്കുകയാണ്. ഇനി ഫാത്തിമയുടെ തല വെട്ടുമോ, അതോ കൈ വെട്ടുമോ, അതോ അവരെ കൊണ്ട് ഖുറാൻ ഇമ്പോസിഷൻ എഴുതിക്കോ എന്നൊന്നും നമുക്കറിയില്ല. ഇതുപോലെ ഒരു താരം പേരാമ്പ്രയിൽ ഉദിച്ചു വരുന്നപ്പോൾ ആളുകൾ കുറേ പേരൊക്കെ സന്തോഷിച്ചു. ഇതിപ്പോൾ കാരണത്തിൽ ജമീല കത്തിക്കുകയാണെങ്കിൽ ആരും ചോദിക്കില്ല. EK സലീഹ കത്തിച്ചാലും ചോദിക്കില്ല. ഷാനിമോളാണെങ്കിൽ അത് ആളുകൾ അവരുടെ ഒരു പൊൻ തൂവലായിട്ട് എടുക്കുകയുള്ളൂ. പക്ഷേ പാവം ഫാത്തിമ തെഹ്ലിയ കത്തിച്ചപ്പോൾ സംഗതി എന്താണ്, ആകെ പുലിവാലായിരിക്കുകയാണ്. നമ്മൾ ഹലാക്കിൻ്റെ അവലും കഞ്ഞി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഇതൊക്കെ ഖിയാമത്തിൻ്റെ അലാമത്തുകളാണ് എന്ന് വിശ്വസിക്കുന്ന കുറേ അധികം മതപണ്ഡിതന്മാരും അവർ പറയണതൊക്കെ ശരിയാണ് എന്ന് വിചാരിക്കുന്ന സാധാരണക്കാരും ഈ സമുദായത്തിലുണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഏതായാലും ഇതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും എന്ന് കാണാൻ ഞാൻ വളരെ താല്പര്യപൂർവ്വം കാത്തിരിക്കുകയാണ്.